ഹലോ, ഇന്ന് നവംബർ 14 ശിശുദിനം. എൻ്റെ കുഞ്ഞുവാവയുടെ പിറന്നാളാണ് കേട്ടോ ഇന്ന്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആഘോഷങ്ങളെല്ലാം രാത്രിയിലേക്കാണ് കേട്ടോ പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ ജിനേട്ടൻ വന്നപ്പോൾ കേക്കുമായിട്ട് വന്നു. ഇത് ചേച്ചിമാരുടെ വക സമ്മാനങ്ങളാണ് കേട്ടോ. എല്ലാ പിറന്നാളിനും ഇവർ മക്കൾ സെറ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ സമ്മാനങ്ങൾ കൈമാറുന്ന പതിവുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കുഞ്ഞാറ്റേനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. അവളുണ്ടായിരുന്നെങ്കിൽ അവളും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊടുത്തേനെ. അങ്ങനെ നിയമോൾ ഉണ്ടാക്കിയ കാർഡ് നമ്മൾ ആ കേക്കിൻ്റെ മുകളിൽ തന്നെ പ്ലേസ് ചെയ്തേ. ഇന്നത്തെ പിറന്നാളിന് അച്ചുകുട്ടനും ഡാലിയമ്മയും ഒന്നും ഇല്ല കേട്ടോ, നമ്മൾ മാത്രം. അതിൻ്റെതായ ചില കുറവുകളൊക്കെ ഉണ്ട്. അനിക്കുട്ടനുണ്ടെങ്കിൽ അനിക്കുട്ടൻ ഇങ്ങനെ ഡെക്കറേഷൻ ഒന്നും ചെയ്യാണ്ട് പിറന്നാൾ ആഘോഷിക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ. നമ്മുടെ വീട്ടിലെ ഡെക്കറേഷൻ്റെ ചുമതല സ്വന്തമായിട്ട് കുഞ്ഞാറ്റ അങ്ങ് ഏറ്റെടുക്കുമ്പോൾ നമ്മളൊന്നും അറിയാറില്ല കേട്ടോ. അവരെല്ലാം ഇന്ന് മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ കേക്ക് മുറിച്ചു, നീളക്കുട്ടിക്ക് കൊടുത്തു, നീളക്കുട്ടി ഞങ്ങൾക്ക് തന്നു. ഇനി വല്യച്ഛൻ്റെയും വല്യയുടെയും ഊഴമാണ്. അങ്ങനെ എല്ലാവർക്കും കൊടുത്ത് എന്തൊക്കെയോ മുഖം കൊണ്ട് എന്തൊക്കെയോ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി ചേച്ചിമാരുടെ ഊഴമാണ്. അവരെല്ലാവരും കേക്കൊക്കെ കൊടുത്തു. ഇനി ഇവിടെ ഫോട്ടോയിലൊന്നും കുടുങ്ങാതെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്. നീളക്കുട്ടി ഒരു പീസ് കേക്കും എടുത്ത് അങ്ങോട്ടാണ് ഓടിയത്. അതാ അച്ചമ്മയുടെ വായിൽ കേക്ക് കൊടുത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാമായിരുന്നു. പൊറോട്ടയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ നല്ല ഒന്നാം തരം കപ്പ വേവിച്ചതും ഉണ്ടായിരുന്നു. എനിക്ക് കപ്പ ഇങ്ങനെ വേവിച്ചുടച്ചത് ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കപ്പയാണ് എടുത്തത്. അതിലേക്ക് ഇങ്ങനെ ചാറ് നന്നായി കൂട്ടി ഇളക്കി ഒപ്പം തന്നെ ഒരു പീസ് ചിക്കനും വെച്ച്. അപ്പം ഇനി പിന്നെ കാണാം കേട്ടോ.